ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കട്ടായി പോയതാണ്. അപ്പോൾ ഗണൈറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു സിമൻറ്റ് മോർട്ടാർ, ഒരു ഗണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഉണ്ടാവും, സിമൻറ്റ് ഗണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീനാണ്. ആ മെഷീൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യും. ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം അത് പ്രഷറിൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, എവിടെയാണോ ഡാമ്പിനെസ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് അവിടെ നല്ല ഫോഴ്സിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. 2 to 3 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ആ ഒരു പ്രഷറിൽ അതങ്ങോട്ട് എന്ത് ചെയ്യും, ഈ നോസിലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോവും. ഓക്കെ, ആ വർക്കിംഗ് ഫേസിൽ നിന്ന് 75 മുതൽ 90 സെൻറ്റിമീറ്റർ അകലെ നിന്നിട്ട് വേണം ഈ ഗണ്ണിൻ്റെ എന്താ പറയണത് ആ പ്രഷറിൽ നമ്മൾ ഈ നോസിലേക്ക് കടത്തി വിടുന്നത്. ആ ഫോഴ്സിൽ നമ്മൾ ഗണ്ണ് അമർത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രഷറിൽ നമ്മളത് പോകുമ്പോൾ അവിടെ എന്തായിട്ട് മാറും, അവിടെ ഒട്ടിപ്പിടിക്കും ഈ സിമൻറ്റ് മോർട്ടാർ. ആ ഒരു പ്രോസസ്സിനെയാണ് ഗണൈറ്റിംഗ് എന്ന് പറയുന്നത്. ക്യാവിറ്റി വാൾ എന്ന് പറഞ്ഞാൽ എന്താ, 2 വാൾ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, ഈർപ്പം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ഈർപ്പത്തിനെ പിടിക്കാനായിട്ട് ഒരു ഔട്ടർ വാളും ഇന്നർ വാള് വേറെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സർഫസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസിൽ നമ്മൾ കൊടുക്കുന്ന പല മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലേ. പല മെറ്റീരിയൽസ് നമ്മളുടെ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കാറുണ്ട് സർഫസ് ട്രീറ്റ്മെൻറ്റായിട്ട്. ഓക്കെ, the rainwater may also penetrate through the face of the walls through the pores of the materials used in finishing and make the building damp. Okay, surface treatment is done to fill the voids of the surface of the facing walls. Paint, cement coating, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, സർഫസ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിന് അതൊരു കോട്ടിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധ്യത കുറവാണ്. ഓക്കെ, പിന്നെന്താണ് ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള നമ്മളുടെ ഡോക്ടർ ഫിക്സിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ ഒരു മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്യുക. നമ്മൾ വാർപ്പാണ് വിചാരിക്കുക, വാർപ്പ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ഒരു കന്നാസ് ഉണ്ടാവും, അതിൽ ആ മെറ്റീരിയൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, അതിനൊരു എന്താ പറയുക, ഈ ലീക്കേജ് വരാതിരിക്കാൻ. പിന്നെ മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ് ഉണ്ട്. മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ DPCൻ്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ അണ്ടർഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ DPCൻ്റെ ലെയർ പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലോർ ഫിനിഷിങ് മെറ്റീരിയലിൽ എന്ത് വരാതിരിക്കാൻ, ഈർപ്പം വന്ന് ചെതൽ പിടിക്കും. ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടൈലിൻ്റെ ഒക്കെ ഇടയിലായിട്ട് ചെതൽ വരുന്നത്. അതൊക്കെ എന്തുകൊണ്ടാണ്, ഈർപ്പത്തിൻ്റെ അംശം വരുന്നത് കാരണം കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെംബ്രെയിനിൽ നമ്മൾ DPC ലെയർ പ്രൊവൈഡ് ചെയ്യും. അടിയിലായിട്ട് ഒരു കോൺക്രീറ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ, കോൺക്രീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ പല തരത്തിലുള്ള ലെയേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. DPC എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് മാത്രമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള ലേയേഴ്സ്, ബിറ്റുമിനസ് ആയിട്ടുള്ള ലേയേഴ്സ് ഉണ്ട്, മാസ്റ്റിക് ആസ്ഫാൾട്ട് ഉണ്ട്, പ്ലാസ്റ്റിക് പോളിത്തീൻ ഷീറ്റ്സ് ഉണ്ട്, സിമൻറ്റ് കോൺക്രീറ്റ്, അങ്ങനെ പല ലേയേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ലെയർ പ്രൊവൈഡ് ചെയ്യുക. പ്ലിന്ത് ലെവലിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈർപ്പം ഉള്ളിലേക്ക് കയറൂല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെത്തേഡ്. ഇനി പറയേണ്ടത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ്. പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺക്രീറ്റ് നമുക്കറിയാം വീക്ക് ഇൻ ടെൻഷനാണ്, പക്ഷെ സ്ട്രോങ് ഇൻ കംപ്രഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ടെൻഷനിൽ എന്താണ്, വീക്കാണ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഇൻഡ്യൂസ്ഡ് ഇൻറ്റേർണൽ സ്ട്രെസ് അതിൽ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഹെവി ആയിട്ടുള്ള ലോഡുകളൊക്കെയാണ് ഒരു മെമ്പറിലേക്ക് വരാൻ പോകുന്നതെങ്കിൽ, ഒരു മേൽപ്പാലാണ്, അതിൻ്റെ ഒരു കഷ്ണമാണ് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അങ്ങോട്ട് വെക്കാറാണ്. ഓക്കെ, അത് കൺസ്ട്രക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത്ര ലോഡ് എടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്നൊരു വലിയൊരു ലോഡ് വണ്ടി വന്നു, അവിടെ ആ ലോഡ് എടുക്കാൻ പറ്റുന്നില്ല, പെട്ടെന്നുകൊണ്ട് എന്ത് ചെയ്യും, അത് ഫെയിലിയർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൽ ഇൻറ്റേർണൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. ഇൻറ്റേർണൽ സ്ട്രെസ് ഉള്ളിലേക്ക് അത്രയും ലോഡ് ആദ്യം തന്നെ കൊടുക്കുകയാണ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു എക്സ്റ്റേണൽ ലോഡ് വരുന്ന സമയത്ത് അതിനെ പിടിച്ച് നിർക്കാനുള്ള കപ്പാസിറ്റി അതിന് ആദ്യം തന്നെ അതിലുണ്ടാവും. ആ ഒരു തരത്തിലുള്ള കോൺക്രീറ്റിനാണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പൊതുവേ ചോദിക്കാറുണ്ട്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ ഒരു ചോദ്യം നിർബന്ധമായിട്ടും ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഒക്കെ ചോദിക്കാറുണ്ട്. ലീനിയർ പ്രീ സ്ട്രെസ്സിങ് ഉണ്ട്, സർക്കുലർ പ്രീ സ്ട്രെസ്സിങ് ഉണ്ട്. ഓക്കെ, ലീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ ടേം അപ്ലൈഡ് ടു പ്രീ സ്ട്രെസ്സിങ് ബീംസ് ആൻഡ് കോളംസ്. ലീനിയർ ആയിട്ടുള്ള മെമ്പേഴ്സിനെ നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ചെയ്യുകയാണ്. ഓക്കെ, ഇൻ വിച്ച് ദ ഹൈറ്റ് സ്റ്റീൽ ടെൻഡൻസ് under tension transmit equal and opposite compressive force to concrete by bond or anchorage.
ഓക്കെ. ഇനി സർക്കുലർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടേം അപ്ലൈഡ് ടു പ്രീ സ്ട്രെസ്സിങ് സർക്കുലർ സ്ട്രക്ചേഴ്സ്. ടാങ്കോ പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്ന രീതിനെയാണ് നമ്മൾ സർക്കുലർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മളെന്താണ്, ഹൈ ടെൻസൈൽ സ്റ്റീൽ വയേഴ്സ് ആർ വൗണ്ട് അണ്ടർ ടെൻഷൻ ഇൻ സർക്കിൾസ് റൗണ്ട് ദ സ്ട്രക്ചർ. ഹൈ ടെൻഷനായിട്ടുള്ള സ്റ്റീൽ വയേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, വൗണ്ട് ചെയ്യാണ്. എവിടെ? ടെൻഷൻ ഫോഴ്സിൽ സർക്കിളായിട്ട് റൗണ്ട് ചെയ്യാണ് ഈ സ്ട്രക്ചറുകളിലൊക്കെ. ഓക്കെ. ആ ഒരു ടൈപ്പാണ് നമ്മൾ ബേസിക്കലി ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് സ്ട്രക്ചറിൽ വരുന്നതാണ് ലീനിയറും സർക്കുലറും. ഓക്കെ. അതന്നെ ഇനി നമ്മൾ ഏത് തരത്തിലാണ് അപ്ലൈ ചെയ്യണത്, പ്രീ സ്ട്രെസ് എങ്ങനെ ഏത് തരത്തിലാണ് അപ്ലൈ ചെയ്യണത്, അതിൻ്റെ ബേസിസിൽ നമ്മൾ കൊടുക്കുന്ന പ്രീ സ്ട്രെസ്സിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രീ ടെൻഷനിങ്, പോസ്റ്റ് ടെൻഷനിങ്. പ്രീ എന്ന് പറഞ്ഞാൽ ആദ്യം ടെൻഷൻ കൊടുക്കുക. ഓക്കെ. അതിന് വേണമെങ്കിൽ നമുക്ക് ലോങ് ലൈൻ മെത്തേഡ് എന്നും പറയാൻ പറ്റും ഈ പ്രീ ടെൻഷനിങ് മെത്തേഡിന്. ഈ മെത്തേഡിൽ നമ്മൾ ഈ ഹൈ ടെൻസൈൽ സ്റ്റീൽ ടെൻഡൻസിനെ ടെൻഷൻ ചെയ്യുകയാണ്. എങ്ങനെയാണ്? രണ്ട് ഫിക്സ്ഡ് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇടയിൽ നല്ല കെട്ടി വലിച്ചിട്ട്. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യുക? എന്നിട്ട് അതിൽ കോൺക്രീറ്റ് പോർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഈ സ്റ്റീൽ ടെൻഡൻസ് ആദ്യം എന്താ ചെയ്യാണ്, നല്ലൊരു ടെൻഷന് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടെൻഷൻ ഫോഴ്സ്. ഓക്കെ. പിന്നെന്താണ്, കോൺക്രീറ്റ് അതിൻ്റെ ആ ഒരു റിക്വയർഡ് കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ ഒഴിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു കമ്പിയാണെന്നുണ്ട് വിചാരിക്കുക. ആ കമ്പീനെ നല്ല ഫോഴ്സിൽ രണ്ട് ഭാഗത്ത് കൂട്ടി കെട്ടിയിട്ടുണ്ട്. ഓക്കെ. രണ്ട് ഭാഗത്തായിട്ട്, രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളെ കമ്പി ഇങ്ങനെ നല്ല ഫോഴ്സിൽ കെട്ടി വലിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക, കോൺക്രീറ്റ് ഒഴിക്കുക. കോൺക്രീറ്റിന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റ് കഴിയണ വരെ അതിനെ കെട്ടി വയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, പിന്നെ നമ്മൾ ഈ ടെൻഡൻസിനെ റിലീസ് ചെയ്യുക, ഈ സ്റ്റീൽ വയറിനെ റിലീസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്താണ്, ദ ട്രാൻസ്ഫർ ഓഫ് പ്രീ സ്ട്രെസ് ഫ്രം സ്റ്റീൽ ടു കോൺക്രീറ്റ് ടേക്സ് പ്ലേസ് ബൈ ബോണ്ട്. ഓക്കെ. ആ ഒരു പ്രീ സ്ട്രെസ് ട്രാൻസ്ഫർ ആവുകയാണ് സ്റ്റീലിൽ നിന്ന് കോൺക്രീറ്റിലേക്ക്. എങ്ങനെ? ബോണ്ട് കാരണം. ഓക്കെ. ഇനി പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സ്പേസ് ഇട്ടുക. ഒരു സ്പേസ് എന്താ പറയുക, ഒരു കുഴൽ പോലെ ഇങ്ങനെ മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം വേണം ഈ സ്റ്റീൽ വയർ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇൻ ദിസ് സിസ്റ്റം കോൺക്രീറ്റ് ഈസ് പോർഡ് ഫസ്റ്റ് ലീവിങ് ഡക്ട്സ്. ഓക്കെ. ഡക്റ്റിൻ്റെ സ്പേസ് ലീവ് ചെയ്തിട്ട് കോൺക്രീറ്റ് പോർ ചെയ്യുക, കണ്ടെയ്നിങ് ഹൈ ടെൻസൈൽ സ്റ്റീൽ ടെൻഡൻസ്. When the concrete reaches a required transfer compressive strength, the tendons are tensioned against the ends of the member and anchored. Okay, transferring pre-stress to the member by end bearing of the anchorages. Okay, after applying the pre-stressing force, the ducts may be filled completely with cement grout. ഇനി നമ്മൾ ആ ഡക്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കമ്പി ഇട്ടു എന്ന് വിചാരിക്കും, അതിൻ്റെ ഉള്ളിലുള്ള സ്പേസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സിമെൻറ്റ് ഗ്രൗട്ട് വെച്ചിട്ട് അടയ്ക്കുകയാണ്. ഓക്കെ. ഇൻ സച്ച് കേസ് ദ സിസ്റ്റം ഇസ് കാൾഡ് fully bonded system. If the duct is not fully filled by grouting, it is called unbounded system. ഓക്കെ. അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ചോദിക്കാറുണ്ട്, ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഒരു 2 ടോപ്പിക് കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചും കൂടി ഈ തേർഡ് മൊഡ്യൂളിൻ്റെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക.